ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈൽ ഉള്ളിത്തീയലാണ്. കേരള സ്റ്റൈൽ ഉള്ളിത്തീയൽ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലെമൺ സൈസ് ടാമറിൻഡ് പുളി, വാളൻ പുളി ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ, 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ചെറിയുള്ളി തോല് കളഞ്ഞിട്ട് ഹാഫാക്കിയിട്ട് വയ്ക്കണം, അറ്റം കളഞ്ഞിട്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കും. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ 1 കപ്പ് തേങ്ങ അതിലേക്കിടും. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങയുടെ കളറ് മാറി വരുമ്പം ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. ആദ്യം വറ്റൽമുളക് ഒരു 6 എണ്ണം ആഡ് ചെയ്യും. പിന്നെ പെപ്പർകോൺസ് 1 ടീസ്പൂൺ, പിന്നെ മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു കൈപ്പിടി കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ എല്ലാം നല്ല പിന്നെ റോസ് സ്മെല്ല് പോകുന്ന വരെ നമ്മുടെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വഴറ്റുക. അപ്പോൾ അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. തീ ഓഫാക്കാം. എന്നിട്ട് മാറ്റി വയ്ക്കുക, അത് തണുക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ പാൻ്റെ ചൂടുകൊണ്ട് പിന്നെ കരിഞ്ഞു പോകും. പിന്നെ ഒരു പാത്രം ചൂടാക്കുക. സ്റ്റീൽ പാത്രം എടുക്കുക. നമ്മൾ പുളിവെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റീൽ പാത്രം ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പം കറിവേപ്പില ഇടുക. പിന്നെ എന്നിട്ട് ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അത് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വഴറ്റണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കും. എന്നിട്ട് വീണ്ടും 10 മിനിറ്റ് വഴറ്റുക. പിന്നെ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് 1 കപ്പോളം വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ടത് 10 മിനിറ്റ് തിളപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കോക്കനട്ട് അരച്ചെടുക്കും, ഫൈൻ പേസ്റ്റായിട്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് എന്നിട്ട് അത് അരച്ചിട്ട് അതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം വീണ്ടും ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. അതിൻ്റെ കളറ് മാറി വരുന്നത് നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്നവരെ തിളപ്പിക്കണം. ഡാർക്ക് ബ്രൗൺ ആയി, അത് കുറച്ച് തിക്കായി. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് വീണ്ടും തിളപ്പിക്കുക, ഒന്ന് കുറുകി വരുന്നവരെ. ലാസ്റ്റ് തിളച്ച് വരുമ്പം നമ്മൾ കുറച്ച് ശർക്കര ചേർക്കും, ഒരു 1/4 പീസോളം മതി. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട്
ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയായി. അപ്പോൾ ഇതാണ് കേരള സ്റ്റൈൽ ഒത്തൻറ്റിക് ഉള്ളിത്തീയൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല രുചിയുള്ള കറിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു അഗെയിൻ.